പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് 10 അധ്യായത്തിന്റെ 34 വാക്യം. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 34. എണ്ണയും വീഞ്ഞും പകർന്നവന്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. നല്ല ശബരിയക്കാരൻ്റെ ഒരു ഉപമയാണ് യേശു പറഞ്ഞൊരു ഭാഗമാണ്. എന്നാൽ ഇവിടെ ഒരു ചിന്തയ്ക്ക് എൻ്റെ ഈ പ്രഭാതത്തിൽ എൻ്റെ ഹൃദയത്തെ ബലം നൽകിയ ഒരു വചനമാകിയാൽ, പ്രിയപ്പെട്ടവരെയും, വീഞ്ഞും എണ്ണയും പകർന്നവൻ്റെ മുറിവുകളെ കെട്ടി. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്നു, അവൻ്റെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിക്കുന്നു, അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ചു പോകുന്നു. അതുപോലെ ദർശിയ പുരോഹിതൻ വരുന്നു, ലേവ്യൻ വരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഒരു ശമരിയാക്കാരൻ വന്ന് അവനോട് മനസ്സലിയുക. അപ്പം മനസ്സലിയുന്ന ഒരു വ്യക്തി മനസ്സലിഞ്ഞ് എന്താ ചെയ്തെന്നറിയാം? എണ്ണയും വീഞ്ഞും പകർന്നവൻ്റെ മുറിവുകളെ കെട്ടി. ഇന്ന് പ്രഭാതത്തിൽ നല്ല ശമരിയാക്കാരൻ, നമുക്കറിയാം ആരാണ്? നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എണ്ണയും വീഞ്ഞും പകർന്ന് നമ്മുടെ മുറിവുകളെ കെട്ടുക. എണ്ണ എന്തിനാ കാണിക്കുന്നത്? സൗഖ്യത്തെ കാണിക്കുക. അപ്പോൾ തന്നെ വീഞ്ഞൊരു സമൃദ്ധിയെ കാണിക്കുക, ആനന്ദത്തെ കാണിക്കുക, അല്ലെങ്കിൽ നിറവിനെ കാണിക്കുന്ന വീഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ എണ്ണ സൗഖ്യത്തിന് എന്ത് ചെയ്യുന്നു? ഉപോത്ഭകമായി നിൽക്കുമ്പോൾ വീഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമൃദ്ധിയെ കാണിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുറിവുകൾ മനസ്സിനാകട്ടെ, ജീവിതത്തിലാകട്ടെ, കുടുംബത്തിനകത്താകട്ടെ, തലമുറയോടുള്ള ബന്ധത്തിലാകട്ടെ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാകട്ടെ, മുറിവുകളെ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് കെട്ടി അവിടെ എന്ത് പകരുന്നു? വീഞ്ഞും എണ്ണയും പകരുന്നു. സൗഖ്യവും സമൃദ്ധിയും നമ്മുടെ കൂടാരത്തിനകത്ത് ദൈവം പകരുന്നു. വിശ്വാസമുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്തേ. എൻ്റെ വീട്ടിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ജോലിയിൽ, ഞാനായിരിക്കുന്ന തലങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടുന്ന ഒരു യേശു അപ്പച്ചൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് പ്രിയ കുഞ്ഞെ ഒന്ന് പറഞ്ഞേ. സഹോദര അഭിഷേകത്തിനെ ഒന്ന് പറഞ്ഞേ. സഹോദരി ഒന്ന് പറഞ്ഞേ. കർത്താവ് കേൾക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാം മഹത്വം എടുക്കട്ടെ. സ്തോത്രം. അതെ, നമ്മുടെ അതിരം തുറന്ന് പറയുന്ന കർത്താവ് ഒന്ന് കേൾക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി അത് പകരും. കർത്താവ് എനിക്ക് വേണ്ടി അത് പകരും. എൻ്റെ മുറിവുകളെ കർത്താവ് കെട്ടും. ഈ ലോകം ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിക്കുകയായിരിക്കാം. നിങ്ങളുടെ ചുറ്റുപാടുകളുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ മുറിപ്പെടുത്തുകയായിരിക്കാം. പക്ഷേ എണ്ണയും വീഞ്ഞും പകരുന്ന ഒരു അദൃശ്യകരം, അത്ഭുതകരം നമുക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. ആയതിനാൽ ഭാരപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ നിങ്ങൾ മുറിപ്പെട്ട വിഷയത്തിനകത്ത് എണ്ണയും വീഞ്ഞും പകർന്ന് നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായിട്ട് നന്ദി. എല്ലാവരെയും കർത്താവെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.